ശ്രീ വിനു കിരിയത്ത് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിനു കിരിയത്ത്, ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെട്ട 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കാണ് 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ 20 വർഷത്തെ കഠിന തടവ് ചെറിയ ശിക്ഷയല്ല എന്ന് തോന്നുമെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ആ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ടുന്ന ചെറിയ ശിക്ഷയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, വിമർശന വിധേയമാകുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നിരാശാജനകം എന്ന് തന്നെ പറയും. നല്ല വിഷമമുണ്ട്. കാരണം നോക്കൂ, എന്ത് സന്ദേശമാണെന്ന് ഇതിനു മുമ്പ് ഒരു അഡ്വക്കേറ്റ് ചോദിച്ച പോലെ തന്നെ ഞാനും ചോദിക്കുകയാണ്. പ്രായമാണോ ഇതിന്റെയൊക്കെ മാനദണ്ഡം? 40 വയസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായമാണോ? 8 വർഷം മുമ്പേ അപ്പൊ അവർക്കൊക്കെ 32 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ്, അപ്പോൾ 25 വയസ്സെന്ന് വയ്ക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന ചെറുപ്പക്കാർ 19-20 വയസ്സുകാരും കുറ്റങ്ങൾ ചെയ്യുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം എന്താണ്? പ്രായം കുറവാണെങ്കിൽ ശിക്ഷ. അന്ന് അതിജീവിതയ്ക്ക് ഇതേ പ്രായമേ ഉള്ളൂ. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതിജീവിതയും വലിയ വയസ്സായ സ്ത്രീയൊന്നും അല്ലല്ലോ. അതിജീവിത ചെറിയ പ്രായമാണ്. മാത്രവുമല്ല, അവരുടെ ശിക്ഷ, അവർ അനുഭവിക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അവരുടെ മരണം വരെ അവർ അനുഭവിക്കേണ്ടുന്നതാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇവരെല്ലാം കോടതിയിൽ നിന്ന് കരഞ്ഞു, അമ്മയുണ്ട്, മകനുണ്ട്, കുഞ്ഞമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കുട്ടി അവിടെ നിന്ന് കരയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കോടതിയിൽ വരുന്നില്ലല്ലോ അവര്. വല്ലാത്ത ശരിക്കും ഇതൊരു അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറഞ്ഞൊരു കേസിന് ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് കേട്ടോ. ബാക്കി കോടതിയുടെ നമുക്ക് മാനിക്കാന്നാണ് നമ്മുടെ നല്ല വിഷമം തോന്നി. ഇത്രയല്ല പ്രതീക്ഷിച്ചത്. എന്തായാലും മേൽക്കോടതിയിൽ പോകുമല്ലോ. ഇല്ലെങ്കിൽ ഇത് നല്ല സന്ദേശമല്ല ജനങ്ങൾക്ക്. ജനങ്ങൾ ഇത്തരം കേസുകൾ ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നതാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ വിഷമം. എന്ത് ചെയ്യാനൊക്കും? തുടർ നിയമ പോരാട്ടങ്ങൾ ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മേൽക്കോടതികളിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? വേണമല്ലോ. പ്രതീക്ഷിക്കാനല്ലേ നമുക്കൊക്കെ പറ്റുള്ളൂ. നമ്മളല്ലല്ലോ ജഡ്ജ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അല്ലാതെ എന്തായാലും ഞാൻ മാത്രമല്ല കേട്ടോ, ഇൻഡസ്ട്രി ഇത്രയും കമല് പറഞ്ഞു, എല്ലാരും പറയുന്നു ഇതല്ല പ്രതീക്ഷിച്ചത്. ഞങ്ങൾ സിനിമാക്കാർ ഒന്നടങ്കം ഈ ഒരു കാര്യത്തിൽ അതിജീവിതയോടൊപ്പം തന്നെയാണ്. ഈ വിധിയുടെ കാര്യത്തിൽ ആദ്യമേ അതെ വല്ലാത്തൊരു വിധിയായിപ്പോയി. കഷ്ടമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും നമുക്ക് വിഷമിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായും. വളരെ നന്ദി ശ്രീ വിനു കിരിയത്ത്, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ആ മോശം ശിക്ഷാവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിലുള്ള വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തുകയായിരുന്നു. വിഷമകരം എന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ വിധിയെക്കുറിച്ച്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ആ കുറ്റകൃത്യത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് അതിലുള്ള പ്രതികരണങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ അഭിഭാഷകൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പൾസർ സുനിക്ക് കുറഞ്ഞ ശിക്ഷ എന്നത് ആശ്വാസകരം, മിനിമം ശിക്ഷ എന്നത് ആശ്വാസകരം എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. പക്ഷേ അപ്പീലുമായി മേൽക്കോടതിയിൽ പോകും എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ ശിക്ഷയാണ് എങ്കിൽ പോലും അതിൽ അപ്പീൽ നൽകും എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 6 പ്രതികൾക്കും കുറ്റകൃത്യത്തിൽ തുല്യമായ പങ്കാളിത്തം ഉണ്ട് എന്ന കാര്യം കോടതി ശരിവെച്ചിരിക്കുകയാണ്. ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൂടി പറയുന്നുണ്ട്. 7.5 വർഷത്തോളം റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ പൾസർ സുനിക്ക് ഇനി 12 വർഷത്തെ ശിക്ഷാ കാലാവധിയാണ് ബാക്കിയുള്ളത്. അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ച് കൂടുതൽ ശിക്ഷാ ഇളവ് തേടുക എന്നതാണ് ലക്ഷ്യം എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റവിമുക്തനാക്കാനുള്ള വിധിക്കായി അപ്പീൽ പോകും എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ശിക്ഷ കുറയ്ക്കുക എന്നതല്ല, കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കണം എന്ന് കാട്ടി കോടതിയെ സമീപിക്കും എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവർ മേൽക്കോടതിയെ സമീപിക്കും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അത് മിനിമം ശിക്ഷയാണ്. ഈ കോടതിയിലെ ഈ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ടുന്ന മിനിമം ശിക്ഷയാണ് എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ക്രിമിനലുകൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ശിക്ഷ കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും കോടതി തേടുന്നു എന്നത് പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടുന്നു. ഇത് നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്. ആദ്യം നാം ആക്രമണങ്ങളെ അതിജീവിക്കണം, അതിനുശേഷം നിയമത്തെ അതിജീവിക്കണമോ എന്ന ഒരു ചോദ്യം കൂടിയാണ് പാർവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. അതിജീവിതയുമായി ഒപ്പം നിൽക്കുന്നവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വിധി. ശ്രീ സജി നന്ദ്യാട്ട് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സജി നന്ദ്യാട്ട്, ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയവർക്കുള്ള ശിക്ഷാവിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കോടതി പറയുന്നത് എന്തോ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഓരോ മലയാളിയും. ഈ രാജ്യത്ത് നിയമം അനുസരിക്കുന്ന, നിയമത്തെ ബഹുമാനിക്കുന്ന എല്ലാ പൗരന്മാരും കോടതി എന്ത് പറയുന്നു അതാണ് ഈ രാജ്യത്തിന്റെ അവസാന വാക്ക്.
കോടതി ശിക്ഷ വിധിച്ചിരിക്കും. അപ്പൊ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഓരോ മാതൃകാ പൗരന്റെ ഉത്തരവാദിത്വം. പക്ഷേ ശ്രീ സജി നന്ദ്യാട്ട്, ഈ കുറ്റകൃത്യം കോടതി തന്നെ സംശയങ്ങൾക്കിടയില്ലാത്ത രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്, കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതിന് ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നിരാശയില്ലേ? അല്ല, ഒന്നാം പ്രതിക്ക് കുറച്ചുകൂടെ ശിക്ഷ കൊടുക്കേണ്ടതായിരിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ. സമൂഹത്തിൽ അന്തഃഛിദ്രം പരത്താതെ സമൂഹത്തിൽ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആരും ആക്രമിക്കപ്പെടാതെ ആണും പെണ്ണും തുല്യരായി ഇവിടെ ജീവിക്കണം. സമാധാനം ഈ സമൂഹത്തിൽ പുലരണം. അതിന് കോടതികൾ ഇന്ത്യയെ സ്ഥാപിച്ചത് മനുഷ്യന് നീതി ലഭിക്കാനാണ്. പോലീസും കോടതി ഗവൺമെന്റും ഒക്കെ ഉള്ളത് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അവനിവിടെ ജനിച്ചു വീഴുന്ന ഓരോ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും. ഇവിടെ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും. ഇതിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 8ാം പ്രതിയെ ഉൾപ്പെടെ ശക്തമായി ന്യായീകരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് പോലും 1ാം പ്രതിയുടെ ശിക്ഷ ഇത്രയും പോരാ എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതെ, 1ാം പ്രതിയുടെ ശിക്ഷ കുറച്ചുകൂടെ കൂട്ടേണ്ടതായിരുന്നൊരു അഭിപ്രായം ഇരിക്കണം. എന്നാലും എന്റെ കോടതി പറഞ്ഞത് അത് മനസ്സാ ചികിത്സ വഹിക്കാൻ ഞാൻ തയ്യാറായ.